പോസ്റ്റ് മുതലാളികളെ കണ്ണെടുത്ത കണ്ടോടെ മൊത്തം നെഗറ്റീവ് നാണം കേടും. അത് ഭയങ്കര ഫാൻസ് ആണല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ദയ അച്ചു ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതിനെതിരെയുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. രേണു സുധിക്ക് ബിഗ് ബോസിൽ വീക്ക്ലി 50,000 രൂപ ശമ്പളം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറേയേറെ യൂട്യൂബേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മുടെ ദയ അച്ചു ഒരു റിയാക്ഷൻ വീഡിയോ നടത്തിയിട്ടുള്ള. ആദ്യം ആ ഒരു വീഡിയോ കാണാം, അതിനുശേഷം നമ്മുടെ കണ്ടന്റിലോട്ട് തിരിച്ചു വരാം. രേണുവിന്റെ PR വർക്ക് നടത്തുന്ന ഫേക്ക് ഐഡിയിലുള്ള പോസ്റ്റ് മുതലാളികളെ മുതലാളിച്ചികളെ നിങ്ങൾക്കാണ് ഇത്. അയ്യോ, പൊന്നും വില കൊടുത്ത് രേണു സുധിനെ ബിഗ് ബോസിലോട്ട് കൊത്തിക്കൊണ്ടുപോയത്ര. എങ്ങനെ എടുത്തോണ്ട് വരാൻ പറ്റില്ല, കൊത്തി കാക്കയാണല്ലോ കൊത്തി എടുത്തു കൊണ്ടുപോകാനായിട്ട് രേണുവിനെ. പൊന്നും വില. ഓ, അവളാര് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കുറച്ച് വയറ് കാണിച്ചിട്ട് പട്ടി ഷോ കാണിച്ചിട്ട് വാ വിളിച്ച നുണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം ഉണ്ടാക്കിയ ഒരാള് സഹായിച്ചവരെ മറന്നുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞ് കുറച്ച ഒരു, ഞാൻ പറയുന്നില്ല വായിന്ന്, അങ്ങനെയുള്ള ഒരാള് കണ്ണെടുത്ത കണ്ടോടെ മൊത്തം നെഗറ്റീവ്. വാ വിളിച്ചെന്നാണേ പറയത്തുള്ളൂ. കടം മേടിച്ച ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോ എന്റെ സുധിച്ചേട്ടൻ എന്താണ് ഒരു സെലിബ്രിറ്റി അല്ലേ, നിങ്ങൾ എന്തിനാ അതിനകത്ത് ചെന്ന് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവരിന്റെ നേരെ തെറി വിളിച്ച് വാട്സപ്പിൽ തെറി വിളിക്കുന്ന ഇയാള്. അവരാണ് പൊന്നും വില കൊത്തിയെടുത്ത് കൊണ്ടുപോയത്. ഒരു ചുക്കുമില്ല. ബിഗ് ബോസ് പോയ ഒരു വ്യക്തിയാണ് ഞാനും. എത്രയൊക്കെ കിട്ടിക്കാണും എത്രയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാം, മനസ്സിലായി. അപ്പൊ തള്ളുമ്പോ മയത്തിൽ തള്ളും. 50,000 രൂപ രേണു സുധിയുടെ പെർ ഡേ ഉണ്ട. എനിക്ക് കൃത്യമായിട്ടുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പാടിക്കരുത് കേട്ടാ. പാടി അങ്ങ് നാറും പോസ്റ്റ് മുതലാളികളെ. തള്ളു എന്നെ തള്ളനെ. ഇനി എന്തായാലും കപ്പ് കൊണ്ട് വരില്ല. തിരിച്ചു വരുന്ന സമയത്ത് ഇനി പുറത്ത് വല്ല ഇന്റർവ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ അല്ലെങ്കിൽ വേറൊരു സിനിമയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാലോ, അയ്യോ എനിക്ക് ഒരു ദിവസം 50,000 രൂപയോ കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പകുതിയെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് വിലപേശാലോ. കാശിനാക്രാന്നുള്ള സാധനമാണ് ഈ രേണു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനില്ല. അപ്പൊ അതുകൊണ്ട് വേഷം കെട്ടും കള്ളത്തരം വേണ്ട. ഉള്ളത് പാടിയാ മതി, ഉള്ളത് പാടിയാ മതി. സത്യസന്ധമായിട്ട് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അവർക്ക് എത്ര സാലറി ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചുവിടാൻ പറ്റും. നാണം കിട്ട് നാറും. ഞാനാ പറയണ ഒരപ്പന് പറഞ്ഞ പോസ്റ്റ് മുതലാളി നിനക്ക് പറ്റുമോ? ഉള്ളത് പാടണം, ഉള്ളത്. ഗെയ്സ്, ദയ അച്ചുവിൻ്റെ മാസ് ഡയലോഗും വീഡിയോയും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് പോകാം. ഞാൻ ആദ്യം എൻ്റെ കണ്ടന്റ് പറയാം, അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ തൊട്ട് താഴെ വന്ന കമൻസിൽ ഒരു 5-6 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദയ അച്ചുവിന് വേണ്ടി നമ്മൾ സാധാരണക്കാർ അയച്ച കമൻസ് ആണ്. അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ദയ പറഞ്ഞിരിക്കുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അത്രത്തോളം നെഗറ്റീവാണ് രേണുവിന് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കണ്ണെടുത്താൽ നോർമലി ആർക്കും കണ്ടുകൂടെ തന്നെയാണ്, നമ്മുടെ ദയക്ക് മാത്രമല്ല. ഇപ്പോൾ എന്തായാലും കണ്ണുള്ളത് കൊണ്ട് നമ്മുടെ രേണുവിനെ കാണുന്നുണ്ടല്ലോ. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ്. ഈ പറയുന്ന ആൾക്ക് ഒട്ടും നെഗറ്റീവ് ഇല്ലാത്ത ഒരാളാണോ? എനിക്ക് തോന്നുന്നു രേണു സുധിയെക്കാട്ടിലും ഡബിൾ നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് ഈ ഒരു കാര്യം പറയാൻ ഒട്ടും തന്നെ വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ നമ്മുടെ രേണുവിൻ്റെ കളീനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസിൽ രേണു പോയെങ്കിൽ അത് രേണുവിൻ്റെ ക്രെഡിറ്റ് ആണ്. ദയ പോയി അവിടെ എന്തുണ്ടാക്കി എന്ത് കാണിച്ചെന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അസൂയയും കുശുമ്പൊക്കെ കൊണ്ട് നടന്നിട്ട് ഒന്നും നേടാൻ വേണ്ടിയിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാശിന് അത്രയും ആക്രാന്തമുള്ള സാധനമാണ് എന്നാണ്. കാശിന് ആർക്കാണ് ആക്രാന്തം ഇല്ലാത്തത്? എല്ലാവർക്കും ഉള്ളതാണ്. ഈ പറഞ്ഞ ദയ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ ഇതിൻ്റെ പിന്നിൽ കുറച്ച് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടല്ലോ. അതും ക്യാഷിന് ആക്രാന്തം തന്നെയാണ്. നോർമലി എല്ലാവർക്കും ക്യാഷിന് ആവശ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു വേർഡ് യൂസ് ചെയ്ത് അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ പറഞ്ഞത് എത്ര സാലറി എന്ന് ഞാൻ പറഞ്ഞാൽ നാണം കെടും. അതായത് നമ്മുടെ രേണുവിന് അവിടെ എത്രയാണ് കിട്ടുന്നതെന്ന് പുറത്ത് പറഞ്ഞാൽ നാണം കെടുമെന്നാണ്. നാണം കെടാൻ വേണ്ടി എന്തിരിക്കുവാണ്? ഇനി അവിടെ സാലറി കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആയ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ
രേണുവിലല്ല, ഒരു വ്യക്തിക്ക് അവിടെ എത്തുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ്. ഇനി അതിൽ അവിടെ പോയി ചിലപ്പോൾ ഡെയിലി 500 രൂപേനെ ഇരിക്കട്ടെ, ഏറ്റവും കുറഞ്ഞ ഡെയിലി 500 രൂപ. ഈ ഒരു 500 രൂപയിലും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന 500 രൂപയ്ക്കായാലും അത് വാല്യൂ തന്നെയാണ്. അതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ നാണം കെടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇനി അവിടെ ക്യാഷ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ അതൊരു അഭിമാനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയ്ക്ക് എൻ്റെ ഒരു കമൻറ്റ്സ് എന്ന് പറയുന്നത്. വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന നമ്മുടെ ദയയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കമൻറ്റ്സ് ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കമൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്: നിന്നെക്കാളും എന്തുകൊണ്ടും നല്ലത് രേണു തന്നെയാണ്. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് രേണുവിനെ പറയാൻ? നിനക്ക് പിന്നെ ഭയങ്കര ഫാൻസ് ആണല്ലോ. രണ്ടാമത്തെ കമൻറ്റിലോട്ട് പോവാം. ഇത് കുറച്ച് വലിയ കമൻറ്റ്സ് ആണ്, അതുകൊണ്ട് ഞാൻ വായിക്കാം. എടി, നീ വന്ന് മെഴുകിയതിനേക്കാളും കൊള്ളാം അവളുടെ മക്കളെ വളർത്താൻ അവൾ ചെയ്യുന്നതെല്ലാം. നിന്നെപ്പോലെ നാട്ടുകാരുടെ നെഞ്ചത്തിൽ കയറിയിട്ടില്ല. അവൾ എന്ത് കാണിക്കുന്നുവോ അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കണ്ടാൽ മതി. അതിനെ ആക്ഷേപിച്ചിട്ട് നിൻ്റെ മക്കളെ വളർത്താൻ നോക്കിയാൽ നല്ല ശീലമൊന്നും അവർക്കുണ്ടാകില്ല. ഇതാണ് നെക്സ്റ്റ് കമൻറ്റ്. വേറൊരു കമൻറ്റൂടെ വായിക്കാം. അസൂയ. അന്ന് എന്താ പറഞ്ഞത്? ജസ്ല മാടശ്ശേരിയെ തല്ലും കൊല്ലും, എന്നിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ജസ്ലയുടെ മുന്നിൽ നിന്ന് കരച്ചിലോട് കരച്ചിൽ. ഇതൊക്കെ മറന്നു പോയോ നമ്മുടെ ദിയ എന്ന് പറയുന്ന വ്യക്തി? അപ്പോൾ ഗെയ്സ്, ഞാൻ എഴുതിയെടുത്ത കമൻറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ വീഡിയോയുടെ ബാക്കിൽ സെറ്റ് ചെയ്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം പൊളിഞ്ഞ് താഴെ വീണു. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. മറക്കരുത്, എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ബൈ ബൈ.